ജീവിതത്തിൽ നിന്നും നാം പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പുസ്തകത്തിനും നമ്മെ പഠിപ്പിക്കാനാവില്ല. നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ പണ്ട് നടന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആ കുഞ്ഞ് വലിയ ശാഠ്യക്കാരനായിരുന്നു. ഏതൊരു കാര്യത്തിനും അവൻ തന്റെ കൂട്ടുകാരോടും അധ്യാപകരോടും മാതാപിതാക്കളോടും കലഹിക്കുമായിരുന്നു. ആളുകൾ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു, ഇപ്രകാരം ചെയ്യുന്നത് ശരിയല്ലെന്ന്. എന്നാൽ അവൻ ആ സ്വഭാവം മാറ്റാനേ ശ്രമിച്ചില്ല. ഒരു ദിവസം വളരെ വ്യാകുലപ്പെട്ട് അവന്റെ അച്ഛൻ അവനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു ചോദിച്ചു, മകനെ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? ആ കുഞ്ഞിന്റെ ഉള്ളിലും ഈ ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ഈ ദേഷ്യപ്പെടുന്ന കലഹിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കണമെന്ന്. അവൻ പറഞ്ഞു, ശരി അച്ഛ, അച്ഛൻ പറയുന്നത് എന്താണോ അത് ഞാൻ ചെയ്യാം. എനിക്ക് ഈ ക്രോധത്തിൽ നിന്നും മുക്തി വേണം. അവന്റെ അച്ഛൻ പറഞ്ഞു, എപ്പോഴാണോ നിനക്ക് ക്രോധം വരുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യും. നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു മരമുണ്ട്. അതിനടുത്ത് ഒരു ബോക്സിൽ നിറയെ ആണികളുണ്ട്. ഒരു ആണിയെടുത്ത് ആ മരത്തിൽ തറച്ചു കയറ്റു. കുഞ്ഞ് ആദ്യം അമ്പരന്നു. പിന്നീട് കരുതി, അച്ഛൻ പറഞ്ഞ കാര്യമാണല്ലോ, അങ്ങനെ ചെയ്തേക്കാം. അടുത്ത ദിവസം മുതൽ ആ കുഞ്ഞ് എപ്പോഴൊക്കെ ദേഷ്യം വന്നോ അപ്പോഴെല്ലാം ആ മരത്തിനടുത്ത് പോയി അതിൽ ഒരു ആണി തറച്ചു കയറ്റും. അതിനായി അവന് പരിശ്രമിക്കേണ്ടതായി വന്നു, ബുദ്ധിമുട്ടേണ്ടതായി വന്നു. ആദ്യത്തെ ദിവസം അവൻ 10 ആണികൾ മരത്തിൽ തറച്ചു കയറ്റി. രണ്ടാമത്തെ ദിവസം കുറച്ച് ആണികൾ കൂടി മരത്തിൽ തറച്ചു. ഇപ്രകാരം ഇത് തുടർന്നു വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ആണി മരത്തിൽ തറച്ചു കയറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് തന്റെ ക്രോധത്തെ നിയന്ത്രിക്കുന്നതെന്ന്. ആ ആണികൾ മരത്തിൽ അടിച്ചു കയറ്റുവാൻ അവന് വളരെയധികം പരിശ്രമിക്കേണ്ടതായി വന്നു. പതുക്കെ പതുക്കെ അവൻ ക്രോധം വരുമ്പോൾ സംയമനം പാലിക്കുവാൻ തുടങ്ങി. അവന് തോന്നി, ക്രോധം വരുമ്പോൾ തന്നെ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മരത്തിൽ ആണി തറയ്ക്കുന്നത് ഒഴിവാക്കാം. ഒരു ദിവസം അവൻ മരത്തിൽ ഒരാണി പോലും തറച്ചില്ല. അന്ന് അവന് ക്രോധം വന്നതേയില്ല. അവൻ അച്ഛന്റെ അടുത്തു പോയി സന്തോഷത്തോടെ പറഞ്ഞു, ഇന്നെനിക്ക് ദേഷ്യം വന്നതേയില്ല. ഞാൻ എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ പഠിച്ചു. നോക്കൂ, ആ മരത്തിൽ ഇന്ന് എനിക്ക് ആണി അടിക്കേണ്ടതായി വന്നില്ല. അപ്പോൾ അച്ഛൻ വളരെ സന്തുഷ്ടനായി മകനോട് പറഞ്ഞു, ഇനി നീ ഒരു കാര്യം ചെയ്യൂ. ആ ആണികൾ ഓരോന്നായി മരത്തിൽ നിന്നും ഇളക്കിയെടുക്കൂ. അവൻ സമ്മതിച്ചു. കുട്ടി മരത്തിനടുത്ത് പോയി ആണികൾ ഇളക്കിയെടുക്കുവാൻ ആരംഭിച്ചു. ആണി മരത്തിൽ നിന്നും ഇളക്കിയെടുക്കുന്നത് വളരെ ദുഷ്കരമായിരുന്നു. ആണികൾ ഇളക്കിയെടുക്കുവാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ, മരത്തിൽ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, മരത്തിൽ പാടുകളുണ്ട്, ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അച്ഛൻ പറഞ്ഞു, നീ ആണികൾ ഓരോന്നായി മരത്തിൽ നിന്നും പറിച്ചെടുത്തു. എന്നാൽ മരത്തെ പഴയതുപോലെയാക്കുവാൻ നിനക്ക് സാധിച്ചില്ല. എപ്പോൾ നീ വാക്കുകളാകുന്ന സങ്കല്പങ്ങളാകുന്ന അമ്പെയ്യുന്നു, അത് വ്യക്തികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു. ഇത് അവർക്ക് വേദനയുണ്ടാക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പരിസ്ഥിതികൾ ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടുന്നു. ബുദ്ധിമാന്മാരായ വ്യക്തികൾ ഒരിക്കലും ജീവിതത്തിൽ ക്രോധിക്കാറില്ല. ക്രോധിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ബുദ്ധിമാന്മാരല്ല. നമ്മൾ ക്രോധിക്കുമ്പോൾ ചിന്തിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, നിർണയമെടുക്കാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ശരിയായ തീരുമാനം എടുക്കാനായി സാധിക്കുന്നില്ല. ക്രോധിച്ചതിനു ശേഷം നമ്മൾ പശ്ചാത്താപത്തിന്റെ അഗ്നിയിൽ എരിഞ്ഞമരുന്നു. ഏത് ക്രോധാഗ്നിയിൽ നാം മറ്റൊരു വ്യക്തിയെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിച്ചോ ആ ക്രോധാഗ്നിയിൽ സ്വയം എരിഞ്ഞമരുന്നു. ഈ ലോകത്തിൽ നാം ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ സുഖം അനുഭവം ചെയ്യണമെങ്കിൽ, ശാന്തിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ, കൂട്ടുകാരെ, തൻ്റെ മനസ്സ്, വാക്ക്, സങ്കല്പം, കർമ്മം ഇവയിൽ ഓരോ ആത്മാവിനെ പ്രതി, വ്യക്തിയെ പ്രതി സ്നേഹത്തിന്റെ ഭാവന, അനുകമ്പയുടെ ഭാവന, കരുണയുടെ ഭാവന ഉണർത്തൂ. തൻ്റെ മനസ്സിനെ പരിപൂർണമാക്കൂ. ഇതാണ് ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ ആധാരം.
ഏത് ബന്ധങ്ങളിലാണോ സ്നേഹമുള്ളത്, ഏത് സങ്കല്പങ്ങളിൽ ആണോ മറ്റുള്ളവരെ പ്രതി അക്സെപ്റ്റൻസും സ്നേഹവുമുള്ളത്, സുഹൃത്തുക്കളെ, ആ ജീവിതം ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇപ്രകാരമുള്ള ജീവിതം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സുഖവും ശാന്തിയും നൽകും.